അമേരിക്കൻ ക്രൂഡ് ഓയിൽ കമ്പനികൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. അത് മറികടക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ സഹായം അവർക്ക് വലിയ രീതിയിൽ ആവശ്യമുള്ള ഒരു ഘട്ടവും കൂടിയാണ് ഇപ്പോൾ. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയല്ലേ നമ്മൾ ട്രംപിന്റെ വെപ്രാളത്തെയും കാണേണ്ടത്. നമുക്കറിയാം, ട്രംപിനെ ഇലക്ഷനിലടക്കം വലിയ രീതിയിൽ സഹായിക്കുന്നത് ഇത്തരം എണ്ണ കമ്പനി മുതലാളിമാരാണ്. അമേരിക്കയിലെ എണ്ണ കമ്പനികൾ കുറയുന്ന ഉൽപാദനക്ഷമത, അതുപോലെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ വിലക്കയറ്റം ഉണ്ടാകാതിരിക്കുന്ന ഒരവസ്ഥ, അതുപോലെ തന്നെ മറ്റ് എണ്ണ ഉൽപാദന രാജ്യങ്ങളുടെ എണ്ണ ആവശ്യത്തിലധികം മാർക്കറ്റിൽ ലഭ്യമാകുന്ന ഒരവസ്ഥ, ഇതെല്ലാം കാരണം അമേരിക്കയിലെ എണ്ണ കമ്പനികൾ വലിയൊരു പ്രതിസന്ധിയിലാണ്. അമേരിക്കൻ ആദ്യമേ തന്നെ നമുക്ക് അമേരിക്കയിൽ ഏത് തരത്തിലുള്ള എണ്ണയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ഞാൻ പറയാം. അവിടെ അവിടുത്തെ എണ്ണയ്ക്ക് അമേരിക്കയിലെ ക്രൂഡ് ഓയിലിന് പറയുന്നത് ഷെയിൽ ഓയിൽ എന്നാണ്. ഷെയിൽ എന്ന് പറയുന്ന ഒരുതരം പാറക്കെട്ടുകളിലാണ് ഈ എണ്ണ കണ്ടെത്തുന്നത്. ഇത് ഫ്രാക്കിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ എണ്ണ പുറത്തെടുക്കുന്നത്. അതായത് വലിയ ശക്തിയിൽ സ്റ്റീം അങ്ങോട്ട് പമ്പ് ചെയ്ത് കയറ്റുമ്പോൾ തിരിച്ചിത് വെള്ളവും എണ്ണയും കൂടെ കലർന്ന രീതിയിൽ പുറത്തേക്ക് ഈ പാറകളിൽ നിന്നും പുറത്തേക്ക് വരും. ആ എണ്ണ കളക്ട് ചെയ്തിട്ടാണ് അവർ പമ്പ് ചെയ്തിട്ടാണ് ഈ റിഫൈൻ ചെയ്തെടുക്കുന്നത്. ഈ ഷെയിൽ ഓയിൽ ഇൻഡസ്ട്രി അഥവാ ഫ്രാക്കിംഗ് ഇൻഡസ്ട്രി ട്രംപിനെ അകമഴിഞ്ഞ് സഹായിക്കുന്ന അമേരിക്കയിലെ ഒരു വ്യവസായമാണ്. കാരണം ട്രംപിൻ്റെ ആശയങ്ങളിൽ ഒരാശയം ലോകത്തിലെ ഊർജ മേഖലയിൽ അമേരിക്കയുടെ മേധാവിത്വം ഉറപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പരമാവധി എണ്ണ ഉൽപ്പാദിപ്പിക്കാനാണ് ട്രംപ് ഈ ഷെയിൽ ഓയിൽ കമ്പനികളോട് പറയുന്നത്. ട്രംപിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഇലക്ഷൻ ക്യാമ്പയിനിലെ ഒരു ടാഗ് ലൈൻ ഉണ്ട്, ഡ്രിൽ ബേബി ഡ്രിൽ. അങ്ങനെ ആയിരുന്നു ട്രംപിൻ്റെ ടാഗ് ലൈൻ. അതായത് നിങ്ങൾ കുഴിച്ചെടുക്കുക, എണ്ണ കുഴിക്കുക. ആ ഒരു ലക്ഷ്യത്തോടാണ് ട്രംപ് ഈ എണ്ണ വ്യവസായത്തിൽ ഇന്ന് ലോകത്തിൽ ഇടപെടുന്നത്. അതായത് അമേരിക്കയുടെ മേധാവിത്വം കൊണ്ടുവരണം. അതുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഷെയിൽ ഓയിലിന് ഉൽപാദന ചെലവ് കൂടുതലാണ്. ഇപ്പോൾ ഒരു ബാരൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഏതാണ്ട് $40 ചെലവ് വരും. പക്ഷേ നേരെ മറിച്ച് ഏറ്റവും കുറവ് ഉൽപാദന ചെലവ് സൗദിക്കാണ്. അവർക്ക് 10, 12 അല്ലെങ്കിൽ 14, 15, 15 ഇടയ്ക്കേ ഉള്ളൂ സൗദിയുടെ ഉൽപാദന ചെലവ്. റഷ്യക്കും അതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അമേരിക്കയുടെ എണ്ണ വലിയ ചെലവുണ്ട്. അമേരിക്കയ്ക്ക് എണ്ണയുടെ നിക്ഷേപമുണ്ട്, പക്ഷെ ആ എണ്ണ ഈ കമേഴ്ഷ്യലി വയബിളായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ വലിയ മുതൽ മുടക്കുണ്ട്. ഇതാണ് എണ്ണ വില ഉയർന്നു നിൽക്കണം എന്നുള്ള ഒരു താല്പര്യം അമേരിക്കൻ എണ്ണ കമ്പനികൾക്കും ട്രംപിനും ഉണ്ടാവാനുള്ളത്. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ലോകത്തിലെ മാർക്കറ്റിൽ ലഭ്യമായിരിക്കുന്ന എണ്ണയുടെ അളവ് കുറയണം. അങ്ങനെ അളവ് കുറയണമെങ്കിൽ സൗദിയെയും ഒപ്പക്കിനെയും അത്ര പെട്ടെന്ന് ഒരു കാരണം പറഞ്ഞ് അവരുടെ ഉൽപ്പാദനം നിർത്തിവെപ്പിക്കാൻ പറ്റില്ല. കാരണം അവര് നേരത്തെ തന്നെ ഡെയിലി 2 ലക്ഷം ബാരൽ 2 മില്യൺ 20 ലക്ഷം ബാരലിന്റെ ഉൽപ്പാദനം അവർ കുറച്ചിരുന്നു 2 വർഷം മുമ്പ്. അവരോട് ഇനി അത് പറയാൻ പറ്റില്ല. പിന്നെ എന്താണ് ട്രംപിന്റെ മുന്നിലുള്ള മാർഗം? അതിലൊരു മാർഗമാണ് റഷ്യക്കെതിരെ ഉപരോധം കൊണ്ടുവന്ന, അല്ലെങ്കിൽ റഷ്യക്കെതിരെ പല രീതിയിലുമുള്ള ഭീഷണികൾ വന്നിട്ട് ഇന്ത്യയും ചൈനയും അവിടുന്ന് എണ്ണ വാങ്ങിക്കാതിരിക്കുക. മറ്റൊന്ന് ഇറാനെതിരെ ഉപരോധം കൊണ്ടുവന്ന് ഇറാന്റെ എണ്ണ മാർക്കറ്റിൽ നിന്നും മാറ്റുക. ഇങ്ങനെ 2 കാര്യങ്ങൾ സംഭവിച്ചാൽ എണ്ണ വില മാർക്കറ്റിൽ കൂടും. അതായത് മാർക്കറ്റിലെ അവൈലബിലിറ്റി കുറയുമ്പോൾ, സപ്ലൈ കുറയുമ്പോൾ ഡിമാൻഡ് കൂടും, അങ്ങനെ വിലയും കൂടും. അമേരിക്കൻ കമ്പനികൾക്ക് ലാഭമാണ്. ഈ അമേരിക്കൻ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയെ പൊതുവെ അതിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് ബ്രാൻഡ് എന്ന് പറയുന്നത് വെസ്റ്റ് ടെക്സാസ് ഇന്റർമീഡിയറ്റ് WTI എന്ന. ഈ WTIയുടെ എണ്ണയുടെ ഇപ്പോഴത്തെ വില ഒരു ബാരലിന് $65 ശരാശരി. കുറെ നാളായിട്ട് അവർക്ക് ഒരു $75 മുകളിലെങ്കിലും ഒരു ബാരലിന് എണ്ണയ്ക്ക് വില വരുന്ന ഒരു അവസ്ഥ വരും. എങ്കിൽ മാത്രമേ ഈ ഷെയിൽ കമ്പനികളുടെ പ്രവർത്തനം ലാഭകരമാകും. കാരണം അവർ വലിയ മുതൽ മുടക്ക്, അവർക്ക് ഒരുപാട് അക്യുമുലേറ്റഡ് ലോസസ് വന്നിട്ടുണ്ട്. അവർക്ക് ഇപ്പോഴാണ് കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് എണ്ണയുടെ വില കുത്തനെ ഇടിഞ്ഞപ്പോൾ ഈ ഷെയിൽ കമ്പനികളൊക്കെ നഷ്ടത്തിലായി. ഇപ്പോൾ അവർ ഒരുവിധം പിടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ ഇതും പോരാ. അവരുടെ എക്കണോമിക് ഹെൽത്ത്, ഈ
സാമ്പത്തിക ആരോഗ്യം മെച്ചപ്പെടണമെങ്കിൽ ഈ എണ്ണ വില ലോക മാർക്കറ്റിൽ ഏതാണ്ട് 75-80 ഡോളർ എന്നുള്ള നിലയിൽ നിന്നാൽ ഷെയിൽ കമ്പനികൾക്ക് നല്ല സുഗമമായിട്ട് പ്രവർത്തിക്കാം. ഈ വിലയിലേക്ക് എണ്ണ വില കൊണ്ടെത്തിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ഇനി അവിടെ അത് പിന്നെ സാധ്യമാവണമെങ്കിലോ അത് ഇന്ത്യ എണ്ണ വാങ്ങിച്ചാലേ പറ്റും. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ പിന്നെ എണ്ണ ബയർ എന്ന് പറയുന്നത് ചൈന, രണ്ടാം സ്ഥാനത്ത് ഇന്ത്യ. ഈ രണ്ട് രാജ്യങ്ങളും അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചാലേ അമേരിക്കൻ ഷെയിൽ ഇൻഡസ്ട്രിക്ക് നിലനിൽക്കാൻ പറ്റും. അതിനാണ് ട്രംപ് ഇപ്പോൾ പഠിച്ച പണി 18 നോക്കുന്നത്. അത് അത്ര എളുപ്പമല്ല, ഇന്ത്യ വഴങ്ങി കൊടുക്കത്തില്ല. ഇപ്പോൾ നമ്മുടെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഇപ്പോൾ അമേരിക്കയിലുണ്ട്. അദ്ദേഹം ചർച്ചകൾ നടത്തുന്നുണ്ട്. അദ്ദേഹം കുറച്ച് ഞങ്ങൾ എണ്ണ അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തിയിട്ട് അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങും എന്നൊന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നില്ല. അദ്ദേഹം കൊടുക്കുന്ന ഒരു ഉറപ്പ്, ഞങ്ങൾ കൂടുതൽ എണ്ണ വാങ്ങിക്കാം, കുറച്ച് എണ്ണ കൂടുതൽ വാങ്ങിച്ചെന്നിരിക്കുക, അത്രയേ ഉള്ളൂ. ട്രംപിന് അതൊന്നും അല്ല വേണ്ടത്. ട്രംപിന് കുറച്ച് റാഡിക്കലായിട്ടുള്ള ചേഞ്ച്, അതായത് അത്ര പിന്നെ ചെറിയൊരു ചലനമൊന്നും മാർക്കറ്റിൽ ഉണ്ടായി പോരാ, മാർക്കറ്റിൽ വലിയ ചലനം ഉണ്ടാവണം. പക്ഷെ അതിന് ഇന്ത്യ സമ്മതിക്കുന്നില്ല. ഗൗതം പറഞ്ഞ പോലെ ഇന്ത്യയോട് ഈ നിർദ്ദേശം റഷ്യയുടെ വാങ്ങിക്കരുതെന്ന് പറഞ്ഞപ്പം ഇന്ത്യ പറഞ്ഞ എന്നാൽ ഒരു കാര്യം ചെയ്യൂ, ഇറാന്റെ എണ്ണ വിൽക്കാൻ അനുവദിക്കൂ, ഇറാന്റെ എണ്ണ ഞങ്ങൾ വാങ്ങിച്ചോളാം, പിന്നെ അമേരിക്കയ്ക്ക് ഒന്നും മിണ്ടാനില്ല. കാരണം അമേരിക്കയുടെ ലക്ഷ്യം എണ്ണ വില ഉയർത്തുകയാണ്. അത് പരസ്യമായിട്ട് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് മറ്റു കാരണങ്ങൾ പറയുന്നത്. ഇനിയിപ്പോൾ വേറൊരു വലിയ തമാശ നടക്കുന്നത്, ഇറാന്റെ മേൽ ഉപരോധം ഉണ്ടെങ്കിലും ഇറാൻ വലിയ തോതിൽ എണ്ണ വിൽക്കുന്നുണ്ട്. എങ്ങനെയാണ്? അത് ഇറാനിൽ നിന്നും എണ്ണ കള്ളക്കടത്ത് നടക്കുകയാണ്. ആ കള്ളക്കടത്ത് എണ്ണ ഈ സമുദ്രത്തിൽ വെച്ച് തന്നെ ഈ ഇന്തോനേഷ്യയുടെയും മലേഷ്യയ്ക്കും കൈമാറും. എന്നിട്ട് ഇന്തോനേഷ്യയും മലേഷ്യയും ആ എണ്ണ, അവിടുത്തെ എണ്ണ വ്യാപാരികൾ അത് കയറ്റുമതി ചെയ്യും. ഇത്തരം കച്ചവടത്തിൽ കൂടെ വലിയ കോടീശ്വരന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്, എണ്ണ രാജാക്കന്മാരുണ്ട്. നമ്മൾ അങ്ങനെയുള്ള ആൾക്കാർ ലോകത്തിലെ വലിയ മാർക്കറ്റും അധോലോകവും ഈ ആയുധ കച്ചവടവും ഒക്കെ നിയന്ത്രിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത്തരക്കാർക്ക് ഇപ്പോൾ നല്ല സമയമാണ്. കാരണം അമേരിക്കയുടെ ഈ ഉപരോധങ്ങൾ കാരണം അവർക്ക് ഈ രീതിയിൽ കള്ളക്കടത്തിന് ഒരു സാധ്യതയുണ്ട്. ഇപ്പം കള്ളക്കടത്ത് നടത്തുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുണ്ട്. കാരണം ഈ കഴിഞ്ഞ വർഷം ചൈന ഇന്തോനേഷ്യയിൽ നിന്നും ദൈനംദിനം 6 ലക്ഷം ബാരൽ എണ്ണ വെച്ച് വാങ്ങിച്ചതായിട്ടാണ് കണക്ക്. 6 ലക്ഷത്തിലധികം 6 ബാരൽ എണ്ണ വാങ്ങിച്ചതായിട്ടാണ് കണക്ക്. പക്ഷേ ഇന്തോനേഷ്യ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് 5.5 ലക്ഷം ബാരലിന് അടുത്ത് മാത്രം. ഇപ്പൊ 5.5 ലക്ഷം ബാരൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യം എങ്ങനെ 6 ലക്ഷം ബാരൽ എണ്ണ വിറ്റു? അവരുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ അവിടെ തന്നെ ഒരുപാട് ഉപയോഗമില്ലേ? അവർക്ക് കൂടി വന്നാൽ ചിലപ്പോൾ ഒരു 1.5 ലക്ഷമോ 2 ലക്ഷമോ ബാരൽ വിൽക്കാൻ പറ്റും. പക്ഷേ അതല്ലല്ലോ അവർ വിൽക്കുന്നത്. അവരുടെ ഉൽപ്പാദന ശേഷിയേക്കാൾ അധികം വിൽപ്പനയാണ്. ഇത് കള്ളക്കടത്തായിട്ട് അവിടെ കൊണ്ടുവരുന്ന ഓയിലാണ് അവർ വിൽക്കുന്നത്. അങ്ങനെ കള്ളക്കടത്തിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് അമേരിക്കയുടെ ഈ ഉപരോധം ഇപ്പം ചെയ്യുന്നത്. നമുക്ക് ഈ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അതായത് ഇന്ത്യ അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങണം, ക്രൂഡ് ഓയിൽ. ഇന്ത്യയോട്ട് വാങ്ങാനും തയ്യാറല്ല. ഇവിടെയാണ് ട്രംപ് താരിഫുകൾ കൊണ്ട് നമ്മളെ വശം കെടുത്തി ഒടുവിൽ നമ്മൾ നഷ്ടം സഹിച്ചു, അമേരിക്കയ്ക്ക് ലാഭം ഉണ്ടാക്കാൻ നമ്മൾ നഷ്ടം സഹിച്ചുള്ളൂ. അപ്പം ട്രംപിന്റെ ഒരു യുക്തി എന്ന് പറയുന്നത്, നിങ്ങൾ ലാഭം നോക്കി റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് അമേരിക്കയിലേക്ക് ഉള്ള കയറ്റുമതി കുറയും, അപ്പം നിങ്ങൾക്ക് നഷ്ടം വരും. എന്നാൽ പിന്നെ അതിനേക്കാൾ കുറച്ച് നഷ്ടമല്ലേ വരുള്ളൂ അമേരിക്കയുടെ ക്രൂഡ് ഓയിൽ വാങ്ങിച്ചാൽ. ഈ ഒരു ഉയർന്ന വിലയ്ക്ക് അമേരിക്കയുടെ ക്രൂഡ് ഓയിൽ വാങ്ങിക്കാൻ നമ്മളെ നിർബന്ധിക്കുകയാണ് ട്രംപ്. കാരണം അമേരിക്കയ്ക്ക് ഇനി നിലനിൽക്കണമെങ്കിൽ ഈ ക്രൂഡ് ഓയിൽ ഉയർന്ന വിലയ്ക്ക് വിറ്റേ പറ്റൂ. അത് വാങ്ങിക്കാൻ ആരാണുള്ളത്? അത് ഇന്ത്യ മാത്രം. ഈ വരും വർഷം 2026 ലോകത്തില് ക്രൂഡ് ഓയിൽ ഗ്ലട്ട് എന്ന് പറയുന്നത് സംഭവിക്കുമെന്നാണ് ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ ഒരു കണക്ക്. അതായത് ഏതാണ്ട് ഈ പിന്നെ ലോകത്തിന് ആവശ്യമുള്ള എണ്ണയേക്കാൾ ഹലോ. മാർക്കറ്റിൽ
ആവശ്യത്തിലധികം എണ്ണ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഈ 2026 കാണുന്നത്. അതായത് അവിടെ പിന്നെ എണ്ണയുടെ വില വീണ്ടും കുറയും. കാരണം ആവശ്യത്തിൽ പിന്നെ ഡിമാൻഡിനേക്കാൾ അധികം സപ്ലൈ ഉണ്ടാകുമ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ സംഭവിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ വരും ദിവസങ്ങളിൽ ലോക മാർക്കറ്റിൽ എണ്ണ ആവശ്യത്തിലധികം ഉണ്ടാകുകയും എണ്ണയുടെ വില കുറയുകയും ചെയ്യാൻ പോകുന്നു. ഇപ്പോഴുള്ള എണ്ണ വിലയിൽ നിന്നും ഞാൻ ഈ പറഞ്ഞ ഒരു $65 നിന്ന് താഴേക്ക് WTIയുടെ എണ്ണ വില കുറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അമേരിക്കൻ കമ്പനികൾ വലിയ നഷ്ടക്കണിയിലാണ്. അതായത് ട്രംപിന് എന്ത് വില കൊടുത്തും ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി ഇന്ത്യയെ കൊണ്ട് എണ്ണ വാങ്ങിപ്പിച്ചേ പറ്റും, അല്ലെ അമേരിക്കയിലെ കമ്പനികളെ കൂട്ടിക്കെട്ടും. അവരെ നിർബന്ധിപ്പിച്ച് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് ഡ്രിൽ ബേബി ഡ്രിൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരെ കൊണ്ട് കൂടുതൽ ഡ്രില്ല് ചെയ്യിച്ചത് ട്രംപാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ട്രംപിന് ഇതൊരു വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതിൽ ഒരു രാജ്യം മാത്രമേ അവരെ രക്ഷിക്കാനുള്ളൂ, ഇന്ത്യ. അങ്ങനെ സ്വയം നഷ്ടം സഹിച്ചുകൊണ്ട് അമേരിക്കയെ വലുതാക്കണ്ട എന്ന് ഇന്ത്യയും തീരുമാനിച്ചിരിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് എങ്ങനെ പര്യവസാനിക്കും എന്ന് നമുക്ക് കാണാം. ഏതെങ്കിലും വിധത്തിലുള്ള ധാരണ ഉണ്ടാവുമോ സാർ? അതാണ് ഉറ്റുനോക്കുന്നത്. അല്ല, ധാരണ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതായത് ട്രംപിന് ധാരണ ഉണ്ടാകാനുള്ള സാധ്യത ഒരുപാടുണ്ട്. പക്ഷെ ട്രംപിന് ഈ പറയുന്ന പോലെ മുഖം രക്ഷിക്കണമെങ്കിൽ ട്രംപിന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ അമേരിക്കൻ എണ്ണ കമ്പനികൾ ട്രംപിനെ കോടിക്കണക്കിന് ഡോളർ ഇലക്ഷനിൽ ഫണ്ട് ചെയ്ത് സഹായിച്ച എണ്ണ കമ്പനികൾ നഷ്ടത്തിലോടുമ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര ഒരു എളുപ്പമാണ് കാര്യങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും പറയുന്നത് പിന്നെ അനന്ത നാഗേശ്വരൻ ഉൾപ്പെടെയുള്ള നമ്മുടെ എക്കണോമിക് അഡ്വൈസർ അല്ലെങ്കിൽ അമേരിക്കയുടെ മാർക്കോ റുബിക്കോ ഇവരെല്ലാം തന്നെ പറയുന്നത് ഉടനെ ഒരു ധാരണ ഉണ്ടാകുമെന്നാണ്. പക്ഷേ അത് അത്ര എളുപ്പമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അടിസ്ഥാന പ്രശ്നങ്ങൾ അവശേഷിക്കുകയാണ്. അതാണ് എനിക്ക് തോന്നുന്നത്.